സലാം മുഹമ്മദും കെ ആർ സാജുവും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സലാമിലേക്ക്. സലാം, എന്താണ് അബിൻ പറയുന്നത്? തനിക്ക് ഡൽഹിയിലേക്ക് പോകണ്ട, കേരളത്തിൽ നിൽക്കണം, കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ ഉപാധ്യക്ഷ സ്ഥാനത്ത് തന്നെ നിലനിർത്തണം, ഇതാണോ അബിൻ ആവശ്യപ്പെടുന്നത്? അതെ ജിംസ്, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ദേശീയ സെക്രട്ടറി സ്ഥാനത്തോട് താല്പര്യമില്ല, പകരം കേരളത്തിൽ തന്നെ തുടരാൻ അനുവദിക്കണം ഈ അപേക്ഷ, അതായത് ഈ കേരളത്തിൽ തുടരണമെന്ന അപേക്ഷ അല്ലെങ്കിൽ അഭ്യർത്ഥന ഈ നേതാക്കളുടെ മുമ്പിൽ വെക്കുമെന്നുള്ളത് ഈ രൂക്ഷമായൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സ്ഥാനത്തോട് താല്പര്യമില്ല, കാരണം കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം താനിവിടെ തുടരണമെന്നുള്ള ഒരു ആവശ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള സ്ഥാനത്ത് തുടരാൻ തന്നെ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. കാരണം നിലവിൽ അദ്ദേഹത്തോട് സംസാരിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് നിലവിൽ ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തോട് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് താൻ കടക്കുന്നില്ല. താൻ അടിമുടി പാർട്ടിക്കാരനാണ്, തന്റെ രക്തം ത്രിവർണ്ണ നിറത്തിലുള്ളതാണ്. ആ രീതിയിൽ പാർട്ടിയോടുള്ള കൂറ് പ്രകടമാക്കിക്കൊണ്ട് തന്നെ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും തുടരാൻ തന്നെ അനുവദിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന നേതാക്കൾക്ക് മുമ്പിൽ വെക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അവലംബിച്ചൊരു രീതിയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് താൻ ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളിലൊക്കെ തന്നെ KSUവിലായാലും അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിലായാലും അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളിലൊക്കെ തന്നെ താൻ എത്തിച്ചേർന്നത്. ആ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് രീതിയെ അദ്ദേഹം പ്രകീർത്തിക്കുന്നത് വഴി ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില വാക്കുകൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും രൂക്ഷമായ പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ കൂടി തനിക്ക് ദേശീയ നേതൃത്വത്തിൽ തുടരാൻ താല്പര്യമില്ല, പകരം സംസ്ഥാന നേതൃത്വത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന നേതൃത്വത്തിൽ തുടരണമെന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആവശ്യം നേതാക്കൾക്ക് മുമ്പിൽ അഭ്യർത്ഥന ആയിക്കൊണ്ട് വെക്കുമെന്നുള്ളത് തന്നെയാണ് അബിൻ വർക്കി വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രൂക്ഷമായ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണത്തിലേക്കോ താൻ കടക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ അബിൻ വർക്കി എടുത്തിരിക്കുന്ന തീരുമാനം ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തോട് ഒരു അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ്. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. എന്താണ് സെക്രട്ടറി സ്ഥാനം ഞാൻ ആദ്യം പറഞ്ഞതിനപ്പുറം ഒരു വാക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല. ഞാൻ അത് ആദ്യം പറഞ്ഞത് തന്നെയാണ്. ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തനല്ല, കാരണം അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ തുടരണം എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെക്കാനുള്ളത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചൊരു അഭ്യർത്ഥന നേതാക്കൾക്ക് മുമ്പിൽ വെക്കും, അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണത്തിലേക്കോ പാർട്ടി പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഏതെങ്കിലും പ്രതികരണം നടത്താനോ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ പ്രതികരണത്തിലേക്കോ അദ്ദേഹം ഇപ്പോൾ പോയിട്ടില്ല. ഏതായാലും അത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശരി സലാം. ഞാൻ KR സാജുവിലേക്ക് കൂടി പോകുന്നു. സാജു, അബിൻ വർക്കിയെ സംബന്ധിച്ച് അബിൻ കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി വന്ന യുവ നേതാക്കളിൽ ഒരാളാണ്. കേരളത്തിൽ തന്നെ തുടരണമെന്ന അബിന്റെ ആഗ്രഹത്തിന് പിന്നിൽ ഒരുപക്ഷെ നിയമസഭയിൽ സീറ്റ് ലഭിച്ചേക്കും എന്നുള്ള ഒരു മോഹമായിരിക്കും, ആഗ്രഹമായിരിക്കാം, പ്രതീക്ഷയായിരിക്കും. എറണാകുളം ജില്ലയിൽ അബിൻ വർക്കിക്ക് വേണ്ട സീറ്റുകൾ ഉണ്ടാവില്ല, പക്ഷേ തെക്കൻ ജില്ലകളിൽ എവിടെ നിന്നെങ്കിലും പത്തനംതിട്ടയോ കോട്ടയത്തോ കണ്ടെത്തി കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ഡൽഹിക്ക് പോയാൽ അത് സാധ്യമാവില്ല എന്നൊരു തോന്നലായിരിക്കുമോ അബിൻ വർക്കി തന്നെ ഉപാധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കണം കേരളത്തിൽ എന്ന് പറയുന്നു? ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ടതില്ല. നമ്മൾ ഈ അതൃപ്തി പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അബിൻ വർക്കി അദ്ദേഹത്തിന്റെ നേതാവായ രമേശ് ചെന്നിത്തലയെ പിന്തുടർന്നിരിക്കുന്നു എന്നുകൂടി അജിംസെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതിയിലെ പൂർണ്ണ അംഗമാകും എന്നാണ് കരുതിയിരുന്നത് അദ്ദേഹം. പക്ഷേ അന്ന് ക്ഷണിതാവിന്റെ പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ ഘട്ടത്തിൽ ഇതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ അതൃപ്തി സംബന്ധിച്ച വാർത്തകൾ പുറത്തേക്ക് വരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്ന രമേശ് ചെന്നിത്തല തനിക്ക് ആ ഘട്ടത്തിൽ അതൃപ്തിയും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു എന്നും, എന്നാൽ പാർട്ടിയാണ് തനിക്ക് എല്ലാം വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിനൊപ്പം താൻ ആ പാർട്ടി ഏൽപ്പിച്ച ചുമതലയ്ക്കൊപ്പം താൻ മുന്നോട്ട് പോകുന്നു, പാർട്ടി തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വാർത്താ സമ്മേളനം നമ്മുടെയൊക്കെ മുന്നിൽ ഓർമ്മയായിട്ടുണ്ടാവും. രമേശ് ചെന്നിത്തലയുടെ ശിഷ്യനായ അബിൻ വർക്കിയും അതേ മാതൃക ഇപ്പോൾ പിന്തുടരുന്നു, അല്ലെങ്കിൽ അതേ പാതയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം തനിക്ക് അതൃപ്തി ഉണ്ട് എന്ന് പറയുന്നതിലൂടെ കൂടെ തന്നെ, അല്ലെങ്കിൽ അതൃപ്തി വരികളിലൂടെ പ്രകടിപ്പിക്കുന്നതിലൂടെ തന്നെ അബിൻ വർക്കിയും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്
എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതൊരു പൊട്ടിത്തെറിയുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയി പാർട്ടിയെ ഒരു ആഴത്തിലുള്ള പതനത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നു മാത്രമേ ഉള്ളൂ. ദേശീയ നേതൃത്വം എടുത്ത കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അടക്കം കൂടിയാലോചിച്ചെടുത്ത തീരുമാനത്തെ തള്ളുക തന്നെയാണ് ഈ ഘട്ടത്തിൽ അബിൻ വർക്കിയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറെ വൈകാരികമായി അദ്ദേഹം ചില പദാവലികൾ പ്രയോഗിക്കുന്നുണ്ട്. തന്നെ വെട്ടിമുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നത് രക്തമാവില്ല, ത്രിവർണമായിരിക്കും, തനിക്ക് അടിമുടി പാർട്ടിയാണ്, അതിനാൽ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സീറ്റ് തന്നെയാണ് അബിൻ വർക്കിയും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദേശീയ തലത്തിലേക്ക് പറിച്ചു നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഒരു സീറ്റ് അബിൻ വർക്കിക്ക് കിട്ടുന്നതിന് തടസ്സമാകും എന്ന് അദ്ദേഹത്തിന്റെ ആശങ്ക കൂടിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം കേരളത്തിൽ തുടരാം എന്ന നിലപാടെടുക്കുന്നത്. ഈ നിലപാട് അബിൻ വർക്കി ഇപ്പോഴെടുക്കുന്നതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് 2 വർഷം മുമ്പ് പൂർത്തീകരിക്കുമ്പോൾ 1,70,000 വോട്ട് നേടി രണ്ടാമതെത്തിയ അബിൻ വർക്കിയോട് ദേശീയ സെക്രട്ടറി ആവാൻ അന്നും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതാണ്. അല്ല, ഞാൻ കേരളത്തിൽ തുടർന്നോളാം, കേരളത്തിൽ തുടരാനാണ് താല്പര്യം, ഉപാധ്യക്ഷനായി തന്നെ തുടരാം എന്ന നിലപാടെടുത്തുകൊണ്ട് ഇവിടെ തുടരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് അന്നും അബിൻ വർക്കി ചെയ്തത്. സത്യത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ പുതിയ കാല നേതാക്കൾ ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട്, തങ്ങളുടെ ഇമേജ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അത് പുതിയ കാല രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നതാണ്. അതിൽ അബിൻ വർക്കിയും വളരെ വിദഗ്ധമായി അത് ചെയ്യുന്ന ഒരാളാണ്. അതാണ് അദ്ദേഹത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കാതെ തന്നോട് സ്വാഭാവിക നീതി കാട്ടിയില്ല എന്ന അതൃപ്തിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയും ലക്ഷ്യം വളരെ കൃത്യമാണ്. അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ലഭിക്കുന്നതിന് ഇതൊന്നും തടസ്സമാവരുത് എന്ന് അബിൻ വർക്കി കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് നേതൃത്വത്തിന് മുന്നിലുള്ള വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന എന്ന നിലയ്ക്ക് ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സാജുവിലേക്ക് വരാം. ഇപ്പോൾ പി ജെ കുര്യൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് വാക്ക്